എന്തൊക്കെ ചെയ്തിട്ടും സ്കിന്നിന് ഒരു മാറ്റവും ഇല്ല. എന്തൊക്കെയോ പ്രൊഡക്റ്റ് മേടിച്ചു, ഒത്തിരി കോസ്റ്റ്ലി ആയിട്ടുള്ള പ്രൊഡക്റ്റൊക്കെ മേടിച്ച് യൂസ് ചെയ്ത് നോക്കി, എന്നിട്ടും ഒരു മാറ്റവും തോന്നില്ല എന്ന് വിഷമിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ. വെൽക്കം ബാക്ക് ടു നിംസ് ബൈ ഷാനി ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പറഞ്ഞത് ശരിയല്ലേ, പല രീതിയിലുള്ള പ്രൊഡക്റ്റുകൾ മാറി മാറി ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട്, ഒരു വ്യത്യാസവും വരുന്നില്ല. കാരണം നമുക്ക് ശരിക്കും ഈ പ്രൊഡക്റ്റുകളൊക്കെ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചെറുതായിട്ട് എന്തെങ്കിലും സ്കിന്നിന് ഒരു അൺഈവൺ ആയിരിക്കാം, അല്ലെങ്കിൽ ചെറിയൊരു ഡ്രൈനെസ് ഒക്കെ ആയിരിക്കാം. അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളൊരു പ്രൊഡക്റ്റൊക്കെ മേടിച്ച് യൂസ് ചെയ്യുന്നത് അല്ലേ, പലരും അങ്ങനെയായിരിക്കും. അപ്പോൾ അത് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം നോക്കിക്കഴിഞ്ഞാൽ സ്കിൻ വീണ്ടും ചെയ്യുമ്പോൾ അത്രയും നമുക്ക് അറിയില്ലെങ്കിലും അത് കഴിയുമ്പോൾ വീണ്ടും സ്കിൻ ഭയങ്കരമായിട്ട് ഡള്ളാവുന്നതും ഡ്രൈ ആവുന്നതും കാണാൻ സാധിക്കുന്നുണ്ട് പല ആൾക്കാരിലും. അപ്പോൾ ഇതൊക്കെ എന്താണ് ശരിക്കും, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് പല രീതിയിലും പലവരും പല പല ഡോക്ടേഴ്സിനെ മാറി മാറി കാണുന്നവരുണ്ട്, എന്നിട്ടും പീലിംഗ് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട് സ്കിന്നിന് വേണ്ടിയിട്ട്. എന്താ പറയുക, എത്ര വേണമെങ്കിലും എക്സ്പെൻസ് ചെയ്യാനും പൈസ ചിലവാക്കാനും ഒക്കെ ഒരു മടിയില്ലാത്ത ആൾക്കാർ നമ്മളുടെ കൂടെ ഉണ്ട്. പക്ഷേ എന്നിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. നമുക്ക് എന്തോ ഒരു കുറവ്, എവിടെയോ ഒരു പ്രശ്നം ഉണ്ട്, എന്തോ അങ്ങോട്ട് ശരിയാവുന്നില്ല അല്ലേ. അങ്ങനെ വിഷമിക്കുന്നവർ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഒന്നും ചെയ്യാതെയാണ് നമ്മളിത് ചെയ്യുന്നത്. ബാക്കി നിങ്ങൾ എന്ത് ചെയ്തിട്ട് കാര്യമില്ല. എൻ്റെ എല്ലാ ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ പറയുന്നത്, നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്ത അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ പറയുന്ന ഒരേ ഒരു കാര്യമാണ് സ്കിൻ കെയർ എന്നുള്ളത്. മനസ്സിലായോ? ഇത് ചെയ്യാതെ നിങ്ങൾ എന്ത് പ്രൊഡക്റ്റ് മേടിച്ച് യൂസ് ചെയ്താലും നിങ്ങൾക്ക് ഒരിക്കലും റിസൾട്ട് വരില്ലെന്ന് മാത്രമല്ല, നമ്മൾ സ്കിൻ ഡാമേജ് ആയിക്കൊണ്ടേയിരിക്കുന്നുള്ളത്. നമ്മൾ എന്തെങ്കിലും ഇപ്പം ഞാൻ പല ആൾക്കാരെയും കൺസൾട്ട് ചെയ്യുമ്പോൾ എനിക്ക് അറിയാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പലവരുടെയും സ്കിന്നിൽ പല രീതിയിലുള്ള പ്രൊഡക്റ്റ്, അതായത് കൂടുതൽ ആൾക്കാർ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സ്കിൻ വൈറ്റനിങ് പ്രൊഡക്റ്റുകൾ ഒരുപാട് പേര് ഉപയോഗിച്ച് സ്കിൻ കംപ്ലീറ്റ് ആയിട്ട് ഡാമേജ്ഡ് ആയിട്ടാണ് നമ്മളുടെ അടുത്ത് വന്നിരിക്കുന്നത്. അങ്ങനെയുള്ള ഒത്തിരി ആൾക്കാരെ ഞാനിപ്പോൾ കാണുന്നുണ്ട്. ഞാൻ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, എനിക്ക് തോന്നുന്നു ഒരു 3-4 വർഷം മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വൈറ്റനിങ് പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടും ഇതിൻ്റെ ഭവിഷ്യത്ത് എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഞാൻ ഒത്തിരി വീഡിയോസിൽ പറഞ്ഞിട്ടുമുണ്ട്, ചെയ്തിട്ടുമുണ്ട്. എൻ്റെ എല്ലാ വീഡിയോസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അറിയാൻ പറ്റുന്ന ഒരു കാര്യമേ ഉണ്ടാവുള്ളൂ, ഒരിക്കലും നിങ്ങൾ ഇതുപോലത്തെ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ ഈവൻ ഞാൻ പറയുമ്പോൾ എപ്പോഴും പറയും, ഹാർഷായിട്ടുള്ള കെമിക്കൽ, CC ക്രീം, BB ക്രീം ഇങ്ങനെയുള്ളതാണെങ്കിൽ പോലും നിങ്ങൾ ചെയ്യരുത്. ഒരു ഫെയർനെസ് ക്രീം ഇതടക്കം നിങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ സ്കിന്നിന് ഒരു പ്രശ്നവും സംഭവിക്കില്ല എന്നുള്ളതാണ്. അത് പലവട്ടം ഞാൻ എടുത്തെടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കൂടിയായിരുന്നു. കാരണം ഇപ്പോൾ നമുക്ക് ഓരോരുത്തരുടെയും സ്കിൻ കാണുമ്പോൾ ആക്ച്വലി നമുക്കുള്ളിൽ ഭയങ്കര ഒരു വിഷമം തോന്നുന്ന ഒരു കാര്യം, നല്ലൊരു വിഷമം തോന്നുന്നു. കാരണം വേറെ ഒന്നുമല്ല, അത് ഇത്രയും ആൾക്കാരെ ആക്ച്വലി ഇതൊന്നും അറിയുന്നില്ല, എല്ലാം ഒരു ചൂഷണമാണ്. മനസ്സിലായി? കോസ്മെറ്റിക് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് തന്നെ ഒരു സാധാരണ ആൾക്കാരെ വെച്ചുകൊണ്ടുള്ള ഒരു ചൂഷണം തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ അത് ആർക്കും, കാരണം നമുക്ക് ആരെയും കംപ്ലയിൻറ്റ് ഒന്നും ചെയ്യാനൊന്നും പറ്റത്തില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നത് കൊണ്ട് തന്നെ ഇതൊരു ഭയങ്കര ഒരു ചൂഷണം നടത്താനുള്ള ഒരു സ്ഥലമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും അലേർട്ടായിട്ട് ഇരിക്കുക. നമ്മളുടെ സ്കിന്നിലേക്ക് നമ്മൾ എന്തെങ്കിലും ഒരു സംഭവം അപ്ലൈ ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ നല്ലപോലെ അറിഞ്ഞും അല്ലെങ്കിൽ അറിയുന്നവരുടെ സപ്പോർട്ടോട് കൂടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും നല്ലത്. പല ആൾക്കാരും അതിന് വേണ്ടിയിട്ടാണ് ഡെർമറ്റോളജിസ്റ്റിനെ കാണാറുണ്ട്, പല സ്കിൻ ഡോക്ടേഴ്സിനെയൊക്കെ കാണാറുണ്ട്, എന്നിട്ടും പ്രോപ്പറായിട്ട് റിസൾട്ട് കിട്ടാത്ത എത്രയോ ആൾക്കാരുണ്ട്. ഡോക്ടേഴ്സ് മോശമാണെന്നല്ല ഞാൻ പറയുന്നത്, കാരണം നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് സ്കിന്നിന് അസുഖമൊന്നും അല്ല നമ്മൾ പോയി ചികിത്സിക്കാനായിട്ട്. നമ്മൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു സ്കിൻ കെയർ ആണ് നമുക്കിവിടെ വേണ്ടത്. നമ്മൾ കുഞ്ഞുനാൾ, അതായത് നമുക്കൊരു 16 വയസ്സ് കഴിയുമ്പോഴാണ് സ്കിൻ ഒന്ന് മെച്ചോർഡ് ആവുന്നത്. നമുക്ക് ഏജ് അറ്റൻഡ് ചെയ്യുന്നത് ചിലപ്പോൾ ഒരു 13-14 വയസ്സിലാണെങ്കിൽ പോലും നമ്മളുടെ സ്കിൻ മെച്ചോർഡ് ആവുന്നത് 16 വയസ്സിന് ശേഷമൊക്കെ ആയിരിക്കും. ആ സമയം മുതൽ ഒരു ചെറിയ രീതിയിൽ നമ്മളുടെ ഒരു സ്കിന്നിന് ആവശ്യമുള്ള ചെറിയ കെയറിങ് കൊടുത്താൽ മതി. പല പാരൻസും ചെയ്യുന്ന തെറ്റെന്താണെന്ന് വെച്ചാൽ, കുഞ്ഞു പിള്ളേരെ ശരിക്കും പറഞ്ഞാൽ 15 വയസ്സിന് മുമ്പ് തന്നെ, അതുമാത്രമല്ല പെൺകുട്ടികളാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ കൂടുതൽ കെയറാണ്. അപ്പോൾ മോള് ഭയങ്കര വെളുത്തിരിക്കണം, അതിന് വേണ്ടിയിട്ട് എന്ത് ക്രീം ആരെവിടെ നിന്ന് കൊണ്ടുവന്ന് കൊടുത്താലും അത് ഈ കുട്ടികൾക്ക് കൊടുത്ത് അത് ചെയ്യിപ്പിക്കുന്ന ഒത്തിരി പാരൻസ് ഉണ്ട്. ദയവ് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ അത് അവരെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുക. ഞാൻ എൻ്റെ ഈ വീഡിയോയിലൂടെ കുറച്ച് പേർക്കെങ്കിലും ആ ഒരു നോളേജ് കിട്ടണം എന്ന് ഞാൻ ആഗ്രഹിക്കുവാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത്രയും എടുത്ത് പറയുന്നത്, ദയവ് ചെയ്ത് കൊടുക്കരുത് പിള്ളേർക്ക് അങ്ങനത്തെ ഒരു വൈറ്റനിങ് ക്രീമോ CC ക്രീമോ BB ക്രീമോ, ഇതൊന്നും ഒരു എന്താ പറയുക, ഒരു ഫെയർനെസ് ക്രീമോ പോലും കുട്ടികളിൽ
കൊടുക്കാൻ പാടില്ല കാരണം അതൊക്കെയാണ് അവർ കുറച്ച് ദിവസം കഴിയുമ്പോൾ എന്താ പറയുക, ഒരു 18-20 വയസ്സ് കഴിയുമ്പോൾ നമുക്കറിയാം കുട്ടികളുടെ ഫേസ് പല കുട്ടികളുടെ ഫേസും ഭയങ്കര കരുവാളിച്ചിരിക്കും, അതുപോലെ ഭയങ്കര ഡാർക്ക് സ്പോട്ടൊക്കെ ആ ഒരു സമയത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യുവാണ്. കാരണം ഈ ഹാർഷായിട്ടുള്ള കെമിക്കൽ ഡയറക്റ്റായിട്ട് സ്കിന്നിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളുടെ സ്കിന്നെന്ന് പറഞ്ഞാൽ കോടാനുകോടി കോശങ്ങൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളൂ. അപ്പോൾ അതിലേക്ക് നമ്മളൊരു പ്രൊഡക്റ്റിനെ കടത്തിവിടുന്ന സമയത്ത് നമ്മളെപ്പോഴും അത് മനസ്സിലാക്കണം, അത് എങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നത്, നമ്മൾ സ്കിന്നിൽ ഏത് രീതിയിലായിരിക്കും. നമ്മൾ അതിനാണ് എപ്പോഴും ഒരു മേക്കപ്പ് ചെയ്യുമ്പോൾ പോലും സ്കിന്നിനെ പ്രപ്പ് ചെയ്തിട്ട് ചെയ്യണം എന്ന് പറയുന്നത്. കറക്റ്റായിട്ടുള്ള പ്രപ്പിംഗ് എന്ന് പറയുന്നത് നമ്മൾ സ്കിൻ കെയർ കറക്റ്റായിട്ട് ചെയ്തിരിക്കണം. ക്ലെൻസ് ചെയ്ത്, ടോണർ യൂസ് ചെയ്ത്, മോയ്സ്ചർ ചെയ്ത്, ഇത്രയും ചെയ്തിട്ടാണ് നമ്മളൊരു മേക്കപ്പ് പോലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം മേക്കപ്പിൽ എന്ന് വെച്ചാൽ ഫൗണ്ടേഷൻ എന്നൊക്കെ പറഞ്ഞാൽ കെമിക്കലാണ്. അപ്പോൾ ഒരിക്കലും ആദ്യം തന്നെ ഫൗണ്ടേഷൻ അല്ല അവിടെ അപ്ലൈ ചെയ്യുന്നത്. നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് സ്കിൻ പ്രപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് പ്രൈമർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫൗണ്ടേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ നമ്മളുടെ ഫേസിൽ നമ്മൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റോ എന്തെങ്കിലും ഒരു ക്രീമോ അപ്ലൈ ചെയ്യുന്ന സമയത്ത് സ്കിൻ പ്രോപ്പറായിട്ട് നമ്മൾ പ്രപ്പ് ചെയ്തതിന് ശേഷം മാത്രമേ ചെയ്യാവൂ. അതാണ് സ്കിൻ കെയർ എന്ന് പറയുന്നത്. ക്ലെൻസ് ചെയ്ത്, ടോൺ ചെയ്ത്, മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ടൊക്കെ വേണം നമ്മൾ ചെയ്യാനായിട്ട്. പ്ലസ് മോർണിംഗിലാണെങ്കിൽ സൺസ്ക്രീൻ മസ്റ്റായിട്ട് നമ്മൾ എടുത്തേ പറ്റൂ. മുമ്പത്തെ കാലത്ത് നമുക്ക് ഇതിനൊന്നും നോളേജ് ഇല്ലെങ്കിൽ ഇപ്പോൾ ഒരുപാട് പ്ലാറ്റ്ഫോം ഉണ്ട് നമുക്ക് ഇതുപോലത്തെ നോളേജൊക്കെ കിട്ടാനായിട്ട്. ഇപ്പോൾ നമ്മളെ പോലത്തെ ഒത്തിരി പേരുണ്ടാവും പറഞ്ഞു തരാനൊക്കെ ആയിട്ട്. സോ നമ്മൾ അങ്ങനെയുള്ളവരുടെ ഗൈഡൻസ് സ്വീകരിക്കുന്നത് നല്ലതായിരിക്കും. കാരണം കുഞ്ഞു പിള്ളേർക്ക് ഇതുപോലത്തെ സംഭവം ചെയ്യാൻ പാടില്ല കേട്ടോ. നമുക്കൊക്കെ അതൊക്കെ വിഷമമുള്ള കാര്യമാണ്. കാരണം പിള്ളേർ ഇനിയും ഒത്തിരി കാര്യങ്ങൾ ചെയ്യേണ്ടതും വളർന്നു വരേണ്ട കുട്ടികളാണ്. അപ്പോൾ അവരുടെ സ്കിന്നിലേക്ക് ചെറുപ്പത്തിൽ തന്നെ ഇങ്ങനത്തെ ഹാർഷ് കെമിക്കൽ കൊടുക്കാൻ പാടില്ല, ഹാർഷായിട്ടുള്ള കെമിക്കൽ കൊടുക്കാൻ പാടില്ല. ഒന്നത്. രണ്ടാമത് 30-40 വയസ്സ് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് തോന്നും, ഓക്കെ ഇനി നമ്മൾ ഫേസൊക്കെ എന്തെങ്കിലും ഒന്ന് തേക്കണ്ടേ, പുറത്ത് പോകുന്ന സമയത്ത് എന്തെങ്കിലും ഒന്ന് തേക്കണ്ടേന്നും പറഞ്ഞ് എന്തെങ്കിലും ഒരു ക്രീം അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ പൗഡർ എടുത്തിടുക. 30-35 വയസ്സ് കഴിഞ്ഞാൽ പൗഡർ ഒന്നും ഇടരുത്. കാരണം പൗഡർ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൻ്റെ മോയ്സ്ചറിനെ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ മോയ്സ്ചറിനെ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ നമ്മൾ ഈ ഡ്രൈ സ്കിന്നാണോ എന്താണ് നമ്മളെ സ്കിന്ന് പോലും അറിയില്ല. ഇതെല്ലാം കൊണ്ട് പൗഡർ പോലുള്ള പ്രൊഡക്റ്റുകളെല്ലാം കൊണ്ട് നമ്മൾ ഫേസിലേക്കാണ് അപ്ലൈ ചെയ്യുക. അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ സെൽസിനെ ഡാമേജ് ആക്കും. അപ്പോൾ അങ്ങനെ നമ്മൾക്ക് എന്ത് സംഭവിച്ചു, നമ്മൾ വിചാരിക്കണം നമുക്ക് പ്രായമായതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളത്. ഒരു കാരണവശാലല്ല. നമ്മൾ തെറ്റായിട്ടുള്ള ഒരു റൊട്ടീനും തെറ്റായിട്ടുള്ള പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യും. നമ്മളെപ്പോഴും ഒരു പ്രൊഡക്റ്റ് മേടിച്ച് ഉപയോഗിക്കുമ്പോൾ അത് എൻ്റെ സ്കിന്നിന് എനിക്കിത് ആവശ്യമാണോ എന്ന് നോക്കി, ഞാനിത് എത്രാമത്തെ പ്രാവശ്യം പറയണമെന്ന് എനിക്ക് തന്നെ അറിയില്ല, അത്രയും വീഡിയോസിൽ ഞാൻ പറയാറുണ്ട്, എന്ന് നോക്കി വേണം അപ്ലൈ. കാരണം ഞാൻ ഇപ്പോഴും ഡെയിലി, ഞാൻ ഇത് പറയാനുള്ള റീസൺ എന്ന് വെച്ചാൽ ഞാൻ ഡെയിലി ഒത്തിരി പേരെ ഞാൻ കൺസൾട്ട് ചെയ്യുന്നുണ്ട്. അതിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോഴും ഒരുപാട് പേര്, ഒത്തിരി പേര്, അപ്പോൾ അവരെല്ലാവരും തന്നെ നല്ല പ്രൊഫൈലുള്ളവരായിരിക്കും, എല്ലാം ആയിരിക്കും. പക്ഷെ എന്നാലും പ്രൊഡക്റ്റ് എന്താണ്, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, ഒത്തിരി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പോലും പ്രൊഡക്റ്റ് നോളേജ് ഉണ്ടാവില്ല. കാരണം ആർക്കും ഈ ഒരു നോളേജ് എവിടെയും കൊടുക്കുന്നില്ല. എന്താണ് ഉപയോഗിക്കേണ്ടത്, എന്താണ് നമ്മുടെ സ്കിൻ കെയർ റൊട്ടീൻ എന്ന് വെച്ചാൽ എന്താണ് എൻ്റെ സ്കിന്നിന് ആവശ്യമുള്ള ക്ലെൻസർ ഏതാണ്, എൻ്റെ പ്രശ്നത്തിന് ആവശ്യമുള്ള ടോണർ ഏതാണ്, ഏത് മോയ്സ്ചറൈസർ വേണം ഞാൻ ഉപയോഗിക്കാൻ, എൻ്റെ ഏജിനനുസരിച്ച് ഞാൻ എന്ത് ചെയ്യണം, എൻ്റെ സ്കിന്നിനെ കൊളോജിൻ ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ എന്ത് പ്രൊഡക്റ്റ് യൂസ് ചെയ്യണം, ആൻറ്റി ഏജിങ് ആണ്, എനിക്ക് റിങ്കിൾസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഇതിന് ഞാൻ എന്ത് ചെയ്യണം, പിഗ്മെൻറ്റേഷൻ സ്റ്റാർട്ട് ചെയ്തു, ഇതിന് ഞാൻ എന്ത് ചെയ്യണം, ഇതൊന്നും അറിയാത്ത ഒത്തിരി ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ ഡെയിലി ബേസിൽ നമ്മൾ ഓരോ പ്രൊഡക്റ്റ് കാണുമ്പോൾ ഇന്ന് ഇതും മേടിച്ച് വെക്കും, നാളെ അത് അതും മേടിച്ച് വെക്കും, അപ്പുറത്ത് വേറെ എന്തെങ്കിലും കാണുമ്പോൾ അതും മേടിച്ച് വെക്കും, അവസാനം എന്താ പറയുക, ഇത് ഒരു ദിവസം ചെയ്യും, അതൊരു ദിവസം, അവസാനം ഏതും ചെയ്യില്ല, സ്കിൻ വീണ്ടും ഡാമേജ്ഡ് ആവും. അപ്പോൾ ഇങ്ങനെ ചിന്തിച്ച് പോകുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് മേടിച്ചത് കഴിയണവരെ അത് ഉപയോഗിക്കുക, അത് കഴിയുമ്പോൾ വേറൊരു പ്രൊഡക്റ്റ് മേടിക്കുക, ഇങ്ങനെ ചെയ്തും സ്കിൻ നശിപ്പിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ദയവ് ചെയ്ത് മനസ്സിലാക്കുക, ഇതൊന്നുമല്ല നമ്മുടെ സ്കിന്നിന് വേണ്ടത്. പ്രോപ്പറായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള സ്കിൻ കെയർ റൊട്ടീനാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഗൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ സ്കിൻ എന്താണെന്നുള്ളത് കൺസൾട്ട് ചെയ്തുകൊണ്ട് കറക്റ്റായിട്ടുള്ള ഒരു സ്കിൻ കെയർ റൊട്ടീനാണ് ഞാനിവിടെ ഞാനിവിടെ ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം തന്നെ നമ്മുടെ സ്കിന്നിനെ കൺസൾട്ട് ചെയ്തതിന് ശേഷം വീഡിയോ കോൾ വഴിയാണ്, ഓൺലൈനിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഏത് രാജ്യത്തിരുന്നുകൊണ്ടും നമുക്കിത് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെയുള്ള പ്രൊഡക്റ്റ് അവൈലബിൾ ആകുന്ന രീതിയിലാണ് ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ സ്കിൻ നോക്കി മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്കുള്ള കറക്റ്റായിട്ടുള്ള സ്കിൻ കെയർ പ്രൊഡക്റ്റ് എല്ലാം തന്നെ ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞു തരും, അതിൻ്റെ ഡീറ്റെയിൽ അയച്ചു തരും. അത് മേടിച്ച് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതും, പ്രൊഡക്റ്റ് മേടിച്ചാൽ മാത്രം പോരാ, അത് കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ അറിയണം, എങ്ങനെ ഉപയോഗിക്കണം എന്നൊക്കെ ഞാൻ വീഡിയോ കോൾ വഴി എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തന്ന് 3 മാസം ഗൈഡ് ചെയ്ത് സ്കിൻ്റെ ടെക്സ്ചർ കംപ്ലീറ്റ് ആയിട്ട് ഇമ്പ്രൂവ് ചെയ്ത് ഹെൽത്തി സ്കിൻ ആയിക്കൊണ്ട് നിങ്ങളുടെ സ്കിന്നിൻ്റെ എന്തൊക്കെ പ്രശ്നമുണ്ട് അതെല്ലാം നമ്മൾ 100% നമ്മൾ ക്ലിയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ സ്കിന്നിൽ ഇപ്പോൾ എന്ത് പ്രശ്നം ആയിക്കോട്ടെ,
ചെയ്തോട്ടെ. നിങ്ങൾക്ക് ഗൈഡ് ചെയ്യാൻ ഒരാൾ വേണം, നമ്മളെപ്പോലെ ഒരാളുടെ സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മുടെ ഗൈഡൻസിൽ ജോയിൻ ചെയ്യാം. എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് കമൻറ്റ് ബോക്സിൽ, അതിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ കാരണം നമുക്ക് എല്ലാവർക്കും ആഗ്രഹമാണ് നമ്മളുടെ സ്കിൻ നല്ല അടിപൊളിയായിരിക്കണം, ബ്രൈറ്റ് ആയിരിക്കണം. ഏത് പ്രായത്തിലും നമ്മളെപ്പോഴും നമ്മളെ കാണുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് വേണമെന്നുള്ളത്. തീർച്ചയായിട്ടും ഈ ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് 100% ഹെൽപ്ഫുള്ളായിരിക്കും. ഇപ്പോൾ എന്ത് പ്രശ്നത്തിൽ നിങ്ങളുടെ സ്കിൻ നിൽക്കുവാണെങ്കിൽ ശരി, അതെല്ലാം തന്നെ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. അതും പ്രോപ്പറായിട്ടുള്ള ഒരു ഗൈഡൻസും ഹെൽത്തി ആയിട്ടുള്ള സ്കിൻ കെയർ. അത് ലൈഫ് ടൈമാണ് നമ്മൾ പറയുന്നത്. അല്ലാതെ 3 മാസത്തേക്ക് നിങ്ങളുടെ സ്കിൻ ഭയങ്കര ബ്രൈറ്റ് ആയിരിക്കും, അത് കഴിഞ്ഞ് അതോടുകൂടെ തീർന്നു എന്നുള്ളതല്ല. ലൈഫ് ടൈം നിങ്ങളുടെ സ്കിൻ ടെക്സ്ചർ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യും. അതിൽ ഒരു സംശയം വേണ്ട. കാരണം ഇതിനകം ഒത്തിരി പേര് ഇതിനകത്ത് ജോയിൻ ചെയ്ത് ഒത്തിരി പേർക്ക് 3-4 ദിവസം കഴിയുമ്പോൾ തന്നെ അത്രയും ചേഞ്ചസ് ആണ്. ഞാൻ ഇത്രയും ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലാണ് ഇത് പറയുന്നത് കേട്ടോ. അപ്പോൾ അതും കൂടി ഓർക്കണം. അതുകൊണ്ട് തന്നെ ഒരു ടെൻഷനും വേണ്ട. നിങ്ങൾക്കും നമ്മളുടെ ഗൈഡൻസ് ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്തുകൊണ്ട് ബാക്കി ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ വീണ്ടും പറയാം, ഇതിന് ജോയിൻ ചെയ്യാൻ പറ്റാത്ത 5,000 നമുക്കിതിന് ഫീസ് ഉണ്ട് കേട്ടോ 3 മാസത്തേക്ക്. അത് പറ്റാത്ത ആൾക്കാർ ഒരു പ്രൊഡക്റ്റുകളും അറിയാതെ മേടിച്ച് ഉപയോഗിക്കാൻ പാടില്ല. കുട്ടികളെ ഫോഴ്സ് ചെയ്ത് പ്രൊഡക്റ്റ് കൊടുക്കാൻ പാടില്ല. അതും പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളാണെങ്കിലും ഒരു വൈറ്റനിങ് പ്രൊഡക്റ്റുകളോ എന്തെങ്കിലും ഫെയർനെസ് ക്രീമോ പുറത്ത് പോകുമ്പോൾ ശരിയാവുന്നില്ല എന്നും പറഞ്ഞ് കൂടുതൽ ആവശ്യമില്ലാത്ത പ്രൊഡക്റ്റുകൾ ഒന്നും തന്നെ ഉപയോഗിക്കരുത്. ഹാർഷായിട്ടുള്ള കെമിക്കൽ ദയവ് ചെയ്തെടുക്കരുത്. എന്തൊക്കെ പറഞ്ഞാലും വൈറ്റനിങ് ക്രീം ഉപയോഗിക്കാനേ പാടില്ല കേട്ടോ. അതൊരു റിക്വസ്റ്റ് ആയിട്ട് കാണുക. അപ്പോൾ എനിക്ക് ഇത്രയും പറയാനുള്ളൂ. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ സൂപ്പർബായിട്ട് നമ്മളുടെ സ്കിൻ ഹെൽത്തി ആയിട്ടും അതുപോലെ തന്നെ നന്നായിട്ട് ഇരിക്കണം, ക്ലിയർ സ്കിന്നായിട്ട് ഇരിക്കണം. അപ്പോൾ അതിനായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റൊട്ടീൻ ശീലിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അഭിപ്രായങ്ങളെല്ലാം തന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. ബൈ.